ഞാൻ 44 മൂവിങ് ആവറേജിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് 44 മൂവിങ് ആവറേജ് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, ചില ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്നത്തെ സ്ട്രാറ്റജി കുറച്ച് വ്യത്യസ്തമാണ്. അതായത് മൾട്ടിപ്പിൾ മൂവിങ് ആവറേജ് യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ കൺഫർമേഷൻ എടുക്കുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിഗ് ട്രേഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അത് ഹൈ പ്രോബബിലിറ്റി സ്ട്രാറ്റജി അല്ലെങ്കിൽ സെറ്റപ്പ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് വരുന്നവർ ഫ്രീ ടൈം ഉള്ളപ്പോൾ കാണുക. നിങ്ങളൊരു ബുക്കും പേനയും എടുത്ത് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ കിട്ടുന്ന സ്ട്രാറ്റജികൾ എഴുതി വയ്ക്കുക, ഇല്ലെങ്കിൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് 200 മൂവിങ് ആവറേജ് ആണ്. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന മൂവിങ് ആവറേജ്. അതായത് 200 മൂവിങ് ആവറേജ് സാധാരണ നമ്മൾ ലോങ് ടൈം ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. സാധാരണ ഉള്ള ബിഗ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരെല്ലാം ചെയ്യുന്നത് 200 EMA ഉപയോഗിച്ചാണ്. അപ്പോൾ അവരുടെ പല ഇൻ്റർവ്യൂകൾ നോക്കിയാൽ നമുക്ക് കാണാം, അവരെല്ലാവരും യൂസ് ചെയ്യുന്നത് 200 മൂവിങ് ആവറേജ് യൂട്ടിലൈസ് ചെയ്താണ് അവരുടെ ട്രേഡിംഗ് ഡിസിഷൻസ് അവർ എടുക്കുന്നത്. അപ്പം നമുക്ക് 200 മൂവിങ് ആവറേജ് യൂസ് ചെയ്താൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ട സ്റ്റോക്ക് ഏതാണോ സെലക്ട് ചെയ്യുക. ഞാൻ ഇന്ന് ഇൻഫോസിസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ടൈം ഫ്രെയിം നമുക്ക് തൽക്കാലത്തേക്ക് ഡേ കൊടുക്കുന്നു. 1 ഡേ ക്യാൻഡിലാണ് ഇത് കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്ററിൽ പോവുക. ഇൻഡിക്കേറ്ററിൽ നമ്മൾ മൂവിങ് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യും. ഈ പ്ലാറ്റ്ഫോം ട്രേഡിംഗ് വ്യൂ ആണ്, ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. മുകളിൽ നോക്കി നിങ്ങൾക്ക് കാണാം, ട്രേഡിംഗ് വ്യൂ എന്ന് കാണാം. ഇവിടെ മൂവിങ് ആവറേജ്, സിമ്പിൾ മൂവിങ് ആവറേജ് ആണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ മൂവിങ് ആവറേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം SMA 9 ആണ്. അതായത് സിമ്പിൾ മൂവിങ് ആവറേജ് 9 എന്നാണ് കാണിക്കുന്നത്. നമുക്കിവിടെ വേണ്ടത് 200 ആണ്. 200 മൂവിങ് ആവറേജ് ആണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലെങ്ത് എന്ന് കാണിക്കുന്നിടത്ത് 200 കൊടുക്കുക. വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റൈലിൽ പോവുക. നമുക്ക് ലൈനിൻ്റെ കളർ തൽക്കാലത്തേക്ക് റെഡ് കൊടുക്കാം. റെഡ് കൊടുത്തു. അതിനുശേഷം ഇവിടെ നമുക്ക് ഓക്കെ കൊടുത്താൽ നമ്മുടെ 200 മൂവിങ് ആവറേജ് വന്നിട്ടുണ്ട്. ഈ 200 മൂവിങ് ആവറേജ് നോക്കുമ്പോൾ നമുക്ക് ലോങ് ടൈം ട്രെൻഡ് എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇതാണ് 200 മൂവിങ് ആവറേജ്. 200 മൂവിങ് ആവറേജിന് മുകളിലേക്കാണ് സ്റ്റോക്കിന്റെ പ്രൈസ് പോകുന്നത്. ഇവിടെ വെച്ച് പ്രൈസ് ഈ ലൈനിന് മുകളിൽ എത്തിയിട്ടുണ്ട്, കാണാമല്ലോ. അതായത് ഈ പ്രൈസ് ഇവിടെ വെച്ച് മുകളിലേക്ക് കയറി. അതായത് ലോങ് ടൈമിലെ ട്രെൻഡ് പോസിറ്റീവ് ട്രെൻഡാണ്, മുകളിലേക്കാണ് പോകുന്നത് എന്നാണ് ഈ മൂവിങ് ആവറേജ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ട്രെൻഡ്, ലോങ് ടൈം ട്രെൻഡ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വേണ്ടത് അടുത്ത ഒരു മൂവിങ് ആവറേജും കൂടെ വന്നാലാണ് നമ്മുടെ ട്രേഡ് സെറ്റപ്പ് പൂർണ്ണമാകുന്നത്. അപ്പോൾ 200 മൂവിങ് ആവറേജിന് മുകളിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സെൽ ഓർഡർ എടുക്കാൻ പാടില്ല. ഇതാണ് ഫസ്റ്റ് റൂൾ. അതായത് മൂവിങ് ആവറേജ് എപ്പോഴും ഒരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ്. അതായത് പ്രൈസ് മൂവ് ചെയ്തതിന് ശേഷമാണ് ഇൻഡിക്കേറ്റർ അതിൻ്റെ സിഗ്നൽ കാണിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ മൂവിങ് ആവറേജ് 200 മൂവിങ് ആവറേജിന് എബോവ് ആണ് പ്രൈസ്, എന്നാലും പ്രൈസ് നേരെ താഴേക്കാണ് വരുന്നത്. അപ്പോൾ ഈ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ വേറെ ഒരു മൂവിങ് ആവറേജ് കൂടി യൂസ് ചെയ്യുന്നത്. ഈ സ്ട്രാറ്റജി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ലക്ഷ്യം 1 ലക്ഷം വീടുകളിലേക്ക് പണം എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മളിത് ഈ സ്ട്രാറ്റജികൾ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനൊക്കെ 10,000 20,000 മുടക്കിയാണ് ഇതുപോലുള്ള സ്ട്രാറ്റജികൾ പലയിടത്തും പഠിച്ചത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബ് വഴി പറഞ്ഞു തരുന്നതിന് ഒരേ ഒരു കാരണം, നമുക്കൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി കേരളത്തിൽ ബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ 1 ലക്ഷം വീടുകളിലേക്ക് ട്രേഡിംഗ് വഴി നമുക്ക് പണം കൊടുക്കാനായിട്ട് സാധിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങൾ ഒരു ഷെയറും ലൈക്കും ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ആളുകളിലേക്ക് ഇതെത്തും. ഒത്തിരി പേർക്ക് പണം ഉണ്ടാക്കാനായിട്ട് പറ്റും. ട്രേഡിംഗ് എപ്പോഴും നമ്മൾ പറയില്ലേ, ഒരു സമുദ്രം പോലെയാണ്.
നമുക്ക് എത്ര വേണമെങ്കിലും അതിൽ നിന്ന് വാരിയെടുക്കാം. നമ്മൾ കുറച്ച് കൂടുതൽ എടുത്താലും ബാക്കി എല്ലാവർക്കും ആവശ്യത്തിന് എടുക്കാനുണ്ടാവും. അതുപോലെ തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂവിങ് ആവറേജ് കൂടെ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ ഇൻഡിക്കേറ്ററിൽ പോവുക, മൂവിങ് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യുക, മൂവിങ് ആവറേജ് സിമ്പിൾ എടുക്കുക. അപ്പോൾ ഇവിടെ വീണ്ടും മൂവിങ് ആവറേജ് 9 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ 44 മൂവിങ് ആവറേജ് ആണ് വേണ്ടത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ റെഡ് ലൈനാണ് 200 മൂവിങ് ആവറേജ്, ബ്ലൂ ലൈനാണ് നമ്മുടെ 44 മൂവിങ് ആവറേജ്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയുടെ ആദ്യത്തെ ഭാഗം 44 മൂവിങ് ആവറേജ് ഈ 200 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തിരിക്കണം. അതിനു മുൻപ് നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞത് ഏറ്റവും ആദ്യം മനസ്സിലുണ്ടായിരിക്കണം, പ്രൈസ് അഥവാ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്ന സംഭവം 200 മൂവിങ് ആവറേജിന് മുകളിലായിരിക്കും. ഇവിടെ എഴുതാം 200 മൂവിങ് ആവറേജ്, ഇതിന് എബോവ് ആയിരിക്കണം നമ്മുടെ പ്രൈസ്. മൗസ് വെച്ച് എഴുതുന്നതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, എന്നാലും ഓർക്കാം 200 മൂവിങ് ആവറേജിന് എബോവ് ആയിരിക്കണം നമ്മുടെ പ്രൈസ് വരേണ്ടത്. ഇപ്പം ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് കാണാം, ഇത് നമ്മുടെ 200 മൂവിങ് ആവറേജ്. ഇത്രയും നേരം നമ്മുടെ പ്രൈസ് താഴെയായിരുന്നു. ഈ പ്രൈസ് ഇവിടെ കാണത്തില്ല, താഴെയാണ്. ഈ സമയത്ത് നമ്മൾ ബൈ ചെയ്യാൻ പാടില്ല. ഇവിടെ വെച്ചാണ് നമ്മുടെ പ്രൈസ് 200 മൂവിങ് ആവറേജിന് മുകളിലേക്ക് കയറി പോകുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്രൈറ്റീരിയ. ഫസ്റ്റ് ക്രൈറ്റീരിയ ഇതാണ്. നിങ്ങൾ നോട്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 44 മൂവിങ് ആവറേജ് ഈ 200 മൂവിങ് ആവറേജിന് നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നു. അതായത് ഇവിടുന്ന് ഇത്രയും നേരം താഴെയായിരുന്ന 44 മൂവിങ് ആവറേജ് ഇവിടെ വെച്ചാണ് ക്രോസ് ഓവർ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ വെച്ച് ട്രേഡ് എടുക്കാൻ പാടില്ല, നമ്മുടെ സ്ട്രാറ്റജി വരുന്നതേ ഉള്ളൂ. ഇതാണ് സെക്കൻഡ് പോയിന്റ്, അതായത് 44 മൂവിങ് ആവറേജ്. ഞാൻ പഠിക്കാൻ വേണ്ടി പറയുന്നതുകൊണ്ടാണ് കൂടുതൽ നേരം എടുത്ത് പറയുന്നത്. 44 മൂവിങ് ആവറേജ് 200 മൂവിങ് ആവറേജിനെ താഴെ നിന്ന് മുകളിലേക്ക് ക്രോസ് ഓവർ ചെയ്തിരിക്കണം. അതായത് ഇതാണ് നമ്മുടെ 200 മൂവിങ് ആവറേജ് എന്ന് ഓർക്കുക. അടുത്ത കളർ എടുത്ത് നമുക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ 44 മൂവിങ് ആവറേജ്. ഇത് ക്രോസ് ചെയ്തിരിക്കും. ഇത് 44, ഇത് നമ്മുടെ 200 മൂവിങ് ആവറേജ്. ഇതാണ് സെക്കൻഡ് ക്രൈറ്റീരിയ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 44 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തു. ഇനി നമുക്ക് ട്രേഡ് എടുക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് സപ്പോർട്ട് കിട്ടുന്ന എവിടെയാണോ അവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഇപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മുടെ ക്രോസ് ഓവർ വന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ട്, ഒരു ബിഗ് ക്യാൻഡിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിന് മുകളിലേക്കാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. നമ്മൾ 44 മൂവിങ് ആവറേജ് സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞിരുന്നു. അന്ന് നമുക്ക് 200 മൂവിങ് ആവറേജ് ഇല്ല, വെറും 44 ആയിരുന്നു. 44-ൽ എപ്പോഴാണോ ഒരു ബിഗ് ഗ്രീൻ ക്യാൻഡിൽ വന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത്, ആ ക്യാൻഡിലിന് മുകളിലേക്കാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 44, നമ്മുടെ 2 ക്രൈറ്റീരിയ കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയാം. പ്രൈസ് 200 മൂവിങ് ആവറേജിന് മുകളിലെത്തി. നമുക്ക് ഇവിടെ 44 മൂവിങ് ആവറേജ് ക്രോസ് ഓവർ കിട്ടി. അതിനുശേഷം പ്രൈസ് തിരിച്ചു വന്ന് 44 മൂവിങ് ആവറേജ് ഒരു സപ്പോർട്ട് എടുക്കണം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് 44 മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഈ ക്യാൻഡിൽ. ഇനി ട്രേഡ് എടുക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ 1-2 രൂപയ്ക്ക് മുകളിൽ വെച്ച് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു ബൈ ട്രേഡ് കൊടുക്കാവുന്നതാണ്. ഇതായിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബോട്ടം ആയിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. നിങ്ങൾക്ക് 1:1 1:2
ചില സമയങ്ങളിൽ നിങ്ങൾക്ക് 1:5 വരെ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് 1:2 നല്ലൊരു ഡീസൻറ്റ് പ്രോഫിറ്റാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ട്രേഡ് വന്നിരിക്കുന്നത് 1910 1910 ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് 1875 എന്ന് പറയാം. അപ്പോൾ ഒരു 25-30 പോയിന്റ് എന്ന് കൂട്ടുക സ്റ്റോപ്പ് ലോസ്. നമുക്ക് 1907 നിന്ന് 1990 വരെ വന്നിട്ടുണ്ട്. നമുക്ക് 1:2 സുഖമായിട്ട് ഇവിടെ കിട്ടുന്ന ട്രേഡാണ്. ഇതാണ് നമ്മുടെ മൾട്ടിപ്പിൾ കൺഫർമേഷനുള്ള മൾട്ടിപ്പിൾ മൂവിങ് ആവറേജ് യൂസ് ചെയ്തിട്ടുള്ള ട്രേഡ്. നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ച് നമുക്ക് സെൽ ഓർഡറും കൊടുക്കാൻ പറ്റുന്നതാണ്. അതിന് ഒരേ ഒരു ക്രൈറ്റീരിയ ഉള്ളൂ. നമ്മളിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് 200 മൂവിങ് ആവറേജിന് താഴെ ആയിരിക്കണം. ഇപ്പം ഇത് നല്ലൊരു സിനാരിയോ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ട്രേഡ് കിട്ടിയിട്ടില്ല. എന്നാലും നമ്മൾ സിനാരിയോ പറഞ്ഞു തരാം. ഇത് നമ്മുടെ 200 മൂവിങ് ആവറേജ്, പ്രൈസ് 200 മൂവിങ് ആവറേജ് താഴേക്ക് വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു ക്രോസ് ഓവർ കിട്ടി. നമ്മുടെ 44 200 താഴേക്ക് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും ട്രേഡിനുള്ള സെറ്റപ്പ് കിട്ടിയിട്ടില്ല. നമുക്ക് 44 മൂവിങ് ആവറേജിൽ നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നിരുന്നുവെങ്കിൽ നമുക്ക് ഇത് ആ റെഡ് ക്യാൻഡിലിൻ്റെ താഴേക്ക് നമുക്ക് എടുക്കാം. ഇവിടെ സെറ്റപ്പ് നമുക്ക് വന്നിട്ടില്ല. ഇവിടെ നമുക്ക് ട്രേഡ് ലഭിച്ചിട്ടില്ല. നമുക്ക് ട്രേഡ് കിട്ടുന്ന ഒരു സ്ഥലം നോക്കാം. ഈ സെറ്റപ്പിൽ ട്രേഡ് ഒത്തിരി നമ്പർ ഓഫ് ട്രേഡ്സ് കുറവാണെങ്കിലും ഇതിൻ്റെ പ്രോബബിലിറ്റി, നമ്മൾ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. അതാണ് ഈ ട്രേഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഇൻഫോസിസിൽ എപ്പോഴാണ്, കാരണം ഇൻഫോസിസ് ഒരു അപ് ട്രെൻഡിലാണ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അതുകൊണ്ട് തന്നെ ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്ക് നോക്കിയാലാണ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇവിടെ നമുക്കൊരു ട്രേഡ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഇതെന്നാണ്? സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ ഇൻഫോസിസ് 200 മൂവിങ് ആവറേജ് താഴെയാണ് പ്രൈസ്. 44 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ട്രേഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബിഗ് ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ വന്നു. റെസിസ്റ്റൻസ് ആണിത്. ഇതാണ് നമ്മുടെ ക്യാൻഡിൽ. ഈ ക്യാൻഡിലിന് താഴെ, ഈ റെഡ് ക്യാൻഡിലിൻ്റെ താഴെ നമുക്ക് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഈ കേസിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഈ സിനാരിയോയിൽ നമുക്ക് ട്രേഡ് കിട്ടിയിരിക്കുന്നത് 520 രൂപയിലാണ് നമുക്ക് ട്രേഡ് എടുക്കാവുന്നത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 529, ഒരു 10 രൂപയാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഈ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 520 എവിടം വരെ വന്നു നോക്കുക. 506 വരെ വന്നിട്ടുണ്ട്. നമുക്ക് ഡേ ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ സാധാരണ ട്രേഡിങ്ങിൽ നമുക്ക് സെല്ല് എടുത്തു വയ്ക്കാൻ പറ്റത്തില്ല. ഇൻട്രാഡേയിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോൾ എക്സാമ്പിളിന് വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. നോർമലി നമുക്ക് ബൈ ട്രേഡ് എടുക്കാനേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ഓഫ് ഫ്യൂച്ചർ എടുത്താലേ നമുക്ക് സെല്ല് ചെയ്യാനുള്ള ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ 520 നിന്ന് 506, അതായത് 14 പോയിന്റ് വരെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അത് രണ്ട് സൈഡിലും ഇപ്പോൾ വർക്ക് ചെയ്യാൻ നമുക്ക് മനസ്സിലായല്ലോ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെൽ ട്രേഡും കൂടെ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ആഡ് ചെയ്യുക. താങ്ക് യു.